ശബരിമല സംരക്ഷണ സംഗമത്തിന് പിന്നാലെ സന്യാസി യാത്രയുമായി സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വരികയാണ്. 2000-ൽ പരം സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള യാത്ര കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 21 വരെയാണ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഗത സംഘം രൂപീകരണത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനും പങ്കെടുത്തു. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, സംഘപരിവാർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പല തരത്തിലുള്ള നീക്കങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഏറ്റവും പുതിയതായിട്ടാണ് സന്യാസികളുടെ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശം? നമുക്കറിയാം, മാർഗദർശക് മണ്ഡൽ ഈ സന്യാസിമാരുടെ ഇന്ത്യ ഒട്ടാകെയുള്ള സംഘടനയായ മാർഗദർശക് മണ്ഡലിൻ്റെ കാർമ്മികത്തിലാണ് ഇപ്പോൾ കേരളത്തിലേക്ക് അവർ ശ്രദ്ധയൂന്നുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യമായി സന്യാസ ധർമ്മ സന്ദേശ യാത്ര എന്ന പേരിൽ ഏതാണ്ട് 2000-ഓളം സന്യാസിമാരെ, അതിപ്പോൾ കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല പുറത്തു നിന്നുള്ള ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള 2000-ഓളം സന്യാസിമാരുടെ സാന്നിധ്യം ഇതിലുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. കന്നഡ, ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെ പ്രമുഖ സന്യാസിമാർ, വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യസ്ഥന്മാർ, ജനപ്രതിനിധികൾ എന്നിവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ സംഘപരിവാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരള തനിമയിലേക്ക് എന്നാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി. സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണനാണ് ഈ യാത്രയുടെ ചെയർമാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ സ്വാഗത സംഘത്തിൽ 2 പേർ മാത്രമാണ് സന്യാസിമാരല്ലാത്തവരായി ഉള്ളത്. ബാക്കിയൊക്കെ സന്യാസിമാരാണ്. അതിൽ ഒരാൾ സാഹിത്യകാരൻ ശ്രീ രാധാകൃഷ്ണനാണ്. ഒപ്പം രണ്ടാമത്തെ ആൾ ട്രഷറർ അനിൽ വിളയിലാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ അനിൽ വിളയിലാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്വാഗത സംഘം അംഗം എന്നുള്ളതാണ്. എല്ലാ ജില്ലകളിലും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ സെമിനാറുകളും മറ്റും സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് ശേഷം നേരത്തെ നമ്മൾ പന്തളത്ത് കണ്ടതുപോലെ, പന്തളത്ത് ഉണ്ടായിരുന്ന നമുക്കറിയാം ശബരിമല സംരക്ഷണ സംഗമം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഹിന്ദു സംഘടനകൾ നേതൃത്വത്തിലുള്ള വലിയ പൊതുപരിപാടി, പൊതുയോഗമടക്കം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും വലിയ സ്വീകരണങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം NSSന്റെയും SNDPയുടെയും വിശ്വകർമ്മ സഭയുടെയും വനിതാ നേതാക്കളാകും ഈ പൂർണ്ണ കുംഭമൊക്കെ നൽകി സന്യാസിമാരെ സ്വീകരിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണം നടന്നിരുന്നു. ഇതിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ പ്രീതി നടേശനടക്കം പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും വിവിധ ക്ഷേത്രങ്ങളുടെ മുഖ്യസ്ഥന്മാർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ഈ പരിപാടി എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ശബരിമല സംരക്ഷണ സംഗമം അല്ലെങ്കിൽ ശബരിമല സംഗമവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ തയ്യാറെടുപ്പുകൾ ഹിന്ദു സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് 40,000-ഓളം ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ വിവിധ ജില്ലകളിൽ സമാനമായ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ ആസൂത്രണം ചെയ്ത കാര്യം. സയ്യിദ്, സംഘപരിവാർ സംഘടനകളുടെ പുതിയ നീക്കമാണ് സന്യാസി യാത്ര.